നമസ്കാരം. മലയാള സിനിമാ ലോകത്തെ അപ്പാടെ നടുക്കിയ സംഭവമാണ് 2017 കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. പ്രതിസ്ഥാനത്തേക്ക് നടൻ ദിലീപ് എത്തിയതിനെ തുടർന്ന് സിനിമാ രംഗത്തെ അപ്പാടെ തകിടം മറിക്കുന്ന സംഭവവികാസങ്ങൾക്ക് കേരളം സാക്ഷിയായി. ദിലീപ് നിരപരാധിയാണെന്നും കേസിൽ കുടുക്കപ്പെട്ടതാണെന്നുമാണ് സിനിമയിലെ ഒരു വിഭാഗം വാദിക്കുന്നത്. ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു ദിലീപിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തുവന്നത്. ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു. പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത്. ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത്. ഇതിലൊന്നും അഭിപ്രായം പറയാതെ നിന്നവരും ഏറെയുണ്ട്. ദിലീപിനെ പിന്തുണച്ച് പരസ്യമായി തന്നെ പലരും രംഗത്ത് വന്നിട്ടുണ്ട്. കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ ഒരാളെ കുറ്റവാളിയാക്കി ചിത്രീകരിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ചാനൽ ചർച്ചകളിലും മറ്റും ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഇപ്പോഴത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വരാനിരിക്കെ ദിലീപ് നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം. നടി ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ ദിലീപിനൊപ്പം നിലകൊണ്ട വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഇപ്പോഴത്തെ കേസിൽ ദിലീപ് കുറ്റവിമുക്തനാകുമെന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് രാഹുൽ ഇതേക്കുറിച്ച് പറഞ്ഞത്. ദിലീപ് എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഓർഗനൈസറാണ്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവരൊക്കെ ഒരു അൺടച്ചബിൾ ലെവലാണ്. ദിലീപ് എന്ന വ്യക്തിയാണ് എല്ലാവർക്കും ആക്സസ് ഉള്ള നടൻ. പല താരങ്ങൾക്കും ദിലീപേട്ടൻ അവസരം നൽകിയിട്ടുണ്ട്. മലർവാടി ആർട്സ് ക്ലബിലൂടെ വന്ന നടന്മാരെ ഉൾപ്പെടെയുള്ളവരെ ദിലീപേട്ടനല്ലേ പിന്തുണച്ചത്? ദിലീപ് നന്മയുള്ള നടനാണ്. അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടല്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. ആ കേസിൽ നീതി ദിലീപിന്റെ ഭാഗത്തായതുകൊണ്ടാണ്. ദിലീപേട്ടൻ ശത്രുത പുലർത്തുന്ന ആളാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. എനിക്കതറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നന്മ, പോസിറ്റിവിറ്റി ഒക്കെ മറന്നുകൊണ്ട് പോലീസുകാർ എഴുതിവെച്ച കള്ളക്കഥ ഉപയോഗിച്ച് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല. എന്തൊക്കെ കള്ളങ്ങളാണ് ദിലീപിനെതിരെ പ്രചരിപ്പിച്ചത്? എന്തായാലും വൈകാതെ കേസിൽ വിധി വരും. ഹണി എം വർഗീസ് എന്ന വനിതാ ജഡ്ജാണ് കേസ് കേൾക്കുന്നത്. ചുറ്റും നിന്ന് മാധ്യമങ്ങൾ അവരെ വെടിവെച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടും അവർ നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷത്താണ് നിന്നത്. ഇല്ലെങ്കിൽ ദിലീപിന് നീതി കിട്ടില്ലായിരുന്നു. ഒരു പുരുഷ ജഡ്ജിയായിരുന്നുവെങ്കിൽ തളർന്നു പോയേനെ. ഒരു ഘട്ടത്തിൽ ഹണി എം വർഗീസിന് പറയേണ്ടി വന്നിട്ടുണ്ട്, ഈ കേസിൽ എന്റെ 12 വയസ്സുള്ള മകളെ ഒഴിച്ച് എല്ലാവരെയും ചാനലുകാർ അപമാനിച്ചെന്ന്. ഒരു ജഡ്ജിക്കാണ് ഇത്തരത്തിൽ കോടതിയിൽ വെച്ച് പറയേണ്ടി വന്നത്. കേസിന് മെറിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് കേസ് ജയിക്കാനാണ് വാദിഭാഗം നോക്കുന്നത്. അതിജീവിതയെ എതിർഭാഗം അഭിഭാഷകൻ ചോദ്യം ചെയ്ത് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. കോടതിയിലാകുമ്പോൾ സ്വാഭാവികമല്ലേ? ഇൻ ക്യാമറ പ്രൊഡ്യൂസിംഗ്സ് ആദ്യം ആവശ്യപ്പെടുന്നത് അതിജീവിതയാണ്, പിന്നീടാണ് വേണ്ടെന്ന് പറഞ്ഞത്. സുപ്രീം കോടതി വരെ അതിജീവിത പോയില്ലേ? എന്നിട്ടും എല്ലാവരും പോയിന്റ് ചെയ്തത് ദിലീപിന്റെ ഭാഗത്താണ് ന്യായമെന്നാണ്. ഒരു സമയത്ത് പറഞ്ഞത് ദിലീപ് 2016 ഉപയോഗിച്ച ഫോൺ കൊടുത്തോ എന്നാണ്. നമ്മുടെ കയ്യിൽ പോലുമില്ല. ദിലീപ് ഇത് ഒളിപ്പിച്ച് മറച്ചുവെച്ചു എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി. കേസിന്റെ ക്ലൈമാക്സ് ഒരു സംശയവുമില്ല. രാമലീല എന്ന സിനിമയിൽ ദിലീപിന്റെ കഥാപാത്രം തിരിച്ചു വന്നതുപോലെ നായകനായി അഗ്നിശുദ്ധി തെളിയിച്ച് അദ്ദേഹം തിരിച്ചുവരും. ദിലീപിനെ കുറച്ചെങ്കിലും സംശയിച്ച മലയാളികൾ അത് മറന്ന് കയ്യടിയോടെ അദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഈ കേസിൽ ദിലീപിനെതിരായ ഒരു തെളിവ് പോലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ലെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. ഗ്രൂപ്പിലിട്ട് തട്ടാൻ ദിലീപ് തീരുമാനിച്ചു എന്നായിരുന്നല്ലോ ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നത്. ബാലചന്ദ്രകുമാർ നമ്മളെ വിട്ടു പിരിഞ്ഞുപോയി. അവസാന കാലം വരെ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. ആശയപരമായി ഞങ്ങൾക്കിടയിൽ വ്യത്യാസമുണ്ടെങ്കിലും വ്യക്തിപരമായി ബഹുമാനം കാത്തു സൂക്ഷിച്ചിരുന്നു. അദ്ദേഹം അടക്കമുള്ളവർ എന്നാണ് ഗ്രൂപ്പിലിട്ട് തട്ടുമെന്ന കാര്യം പറഞ്ഞത്. ആ 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ ആർക്കും ദണ്ണമില്ലേ എന്നും രാഹുൽ ഈശ്വർ ചോദിച്ചിരുന്നു.